ഇന്ന് അങ്കിത്തിന് സ്കൂളില്ല കേട്ടോ, ഈദിന്റെ അവധിയാണ്. അപ്പോൾ താമസിച്ച് എഴുന്നേറ്റാൽ മതിയായിരുന്നല്ലോ, ഒരാക്കയും ഇല്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരു 8 മണി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. പിന്നെ ഒന്ന് ഫ്രഷ് ആയത് കിച്ചണിൽ വന്നേക്കുവാണ്. പാൻ കേക്ക് ആണ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ടല്ലോ, ഒരാക്കെ ഒഫീഷ്യലി പുറത്ത് പോകുമ്പോഴും അങ്കിത്തിന് അവധിയുള്ള ദിവസങ്ങളിലും പാൻ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓട്സിന്റെ പാൻ കേക്കാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് ഓട്സ് എടുത്തൊന്ന് പൊടിച്ചെടുത്തു. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ളവർക്ക് പഞ്ചസാര അവോയ്ഡ് ചെയ്യാം. ഞാൻ അങ്കിത്തിന് കുറച്ച് പഞ്ചസാര ഇട്ടു, അവനത് ഇഷ്ടമാണല്ലോ. അവന് ഒത്തിരി ഇഷ്ടമാട്ടെ ഈ പാൻ കേക്കൊക്കെ. അപ്പോൾ ഞാൻ ഒരു പഴം നന്നായിട്ട് പഴുത്തിരുന്നത് അടിച്ചെടുത്തു. പിന്നെ നമ്മുടെ ഓട്സും പഞ്ചസാരയും കൂടെ പൊടിച്ചത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബാറ്റർ ആക്കി എടുക്കാം. ഇതാണ് നമ്മുടെ പാൻ കേക്കിന്റെ ബാറ്റർ. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്, എന്നാൽ ഒരു ടേസ്റ്റ് കിട്ടും. ഇനി ഒരു നോൺ സ്റ്റിക് പാൻ വെച്ച് ചൂടായിട്ട് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ നെയ്യ് എന്തിനാന്ന് വെച്ചാൽ ഒരു ടേസ്റ്റ് ആണ് പാൻ കേക്കിന്. ബട്ടർ ആയാലും മതി. അപ്പം അതൊന്ന് ചൂടായതിനു ശേഷം നമ്മുടെ ബാറ്റർ മെല്ലെ മെല്ലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ആ കുമിളകൾ വരുന്ന സമയത്ത് ഒന്ന് അടച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. വേകാനൊന്നുമില്ല, നമ്മൾ അടിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പാൻ കേക്ക് ഒന്ന് ഫ്ലഫി ആയിട്ട് വരും. മൈദയുടെ പാൻ കേക്ക് ആണെങ്കിൽ കുറച്ച് വേഗമുണ്ടല്ലോ, പക്ഷെ ഓട്സിന് അതുപോലും ഇല്ല. അപ്പം നമുക്ക് ആ ഫ്ലഫിനെസ് കിട്ടാൻ വേണ്ടി ഒരു 2 സെക്കൻഡ് ഒന്ന് അടച്ചു കൊടുത്താൽ മതി. പിന്നെ തിരിച്ചിട്ടിട്ട് അതുപോലെ ഒന്ന് അടച്ചിട്ടിട്ട് ഇതുപോലെ ചുട്ടെടുത്തു. ഈ കളർ, ഇതാണ് പെർഫെക്റ്റ് പാൻ കേക്കിന്റെ കളർ കേട്ടോ. അതുപോലെ ഞാൻ അടുത്തും കൂടെ ചുട്ടെടുക്കുക. കറിയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല, വെറുതെ നമുക്ക് കഴിക്കാം. ഹെൽത്തി ആയിട്ട് ഒരു ഓപ്ഷനാണ്. ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഓട്സും പാലും പഴവും അല്ലേ മെയിൻ ആയിട്ട്. പഞ്ചസാര ഉപ്പും വേണ്ടാത്തവർ അത് സ്കിപ്പ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ പാൻ കേക്ക് ചുട്ടെടുത്തിട്ടുണ്ട്. അങ്കൂരി ഞാൻ കുറച്ച് ചോക്ലേറ്റ് സോസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ സ്പ്രെഡ് ഉണ്ട്, ചോക്ലേറ്റ് സ്പ്രെഡോ ന്യൂട്രലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയത്. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. പഴമൊക്കെ ഒത്തിരി പഴുത്തു പോകും. ഇങ്ങനെയൊക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്താൽ പഴവും തീരും, അവർ കഴിക്കുകയും ചെയ്യും. ഇവിടെ ആകെ കിട്ടുന്ന പഴം എന്ന് വെച്ചാൽ ഒരു മഞ്ഞപ്പഴം റോബസ്റ്റയുടെ വകഭേദത്തിൽ കിട്ടുന്നത്. അത് വാങ്ങിച്ച് 2ാമത്തെ ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് പഴുത്തു പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കാം. ഞാൻ കുറേ റെസിപ്പികൾ ഇങ്ങനെ പഴുത്ത പഴം കൊണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ. അങ്കിത്ത് ഹാപ്പിയായി. അവന് കുറച്ച് സ്പ്രെഡ് കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ പീനട്ടിന്റെ ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടായിരുന്നു, അതും കൂടെ കൂട്ടിയാണ് അവൻ കഴിക്കാൻ പോകുന്നത്. എനിക്കിതൊന്നും ഇല്ലാതെ വെറുതെ 2 എണ്ണം കഴിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ബാക്കിയും കൂടെ പെട്ടെന്ന് ഇങ്ങനെ ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ മെനക്കെടുന്ന പരിപാടിക്കൊന്നും നിൽക്കത്തില്ല. ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു നോക്കും. സക്സസ് ആവുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. മിക്കപ്പോഴും പഴം കൊണ്ടല്ല, കാരണം പഴം നമ്മൾ സ്ഥിരം വാങ്ങാറുണ്ട്. ഇനിയിപ്പോൾ ചൂട് വരുമ്പോൾ എന്തായാലും പഴം ഒരെണ്ണം കഴിച്ചേ പറ്റത്തുള്ളൂ. ഈ മഞ്ഞപ്പഴം ഞാൻ പറഞ്ഞല്ലോ, വാങ്ങിച്ച് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് അങ്ങ് പഴുത്തു പോകും. പിന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ല ആ സ്മെല്ലൊന്നും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും. അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനും അല്ലേ. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്താണോ കിട്ടുന്ന ആ രീതിയിലോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ മെല്ലെ മെല്ലെ ഓരോന്ന് കണ്ടുപിടിച്ച് നമുക്ക് നമ്മളുടെ ആ ഒരു റൂട്ടീനിലേക്ക് അത് വരും. അങ്ങനെയൊക്കെയാ ശരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പഠിച്ചത്. ചായയും കൂടെ ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ കമന്റ് സെക്ഷനിൽ ഞാൻ കണ്ടു ഒരുപാട് ചായ കുടിക്കുന്നത് ബാഡ് ഹാബിറ്റാണ്. സത്യമാണ്. അപ്പോൾ ഞാനത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഒരു 2 ചായ എനിക്ക് മസ്റ്റായിട്ട് വേണം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ 1 ചായ കുടിക്കുന്നുള്ളൂ. നല്ലൊരു അഡ്വൈസ് തന്നതിനും ആ സ്നേഹത്തിനും സ്വപ്ന ടീച്ചർക്ക് ഒത്തിരി താങ്ക് യു കേട്ടോ. പിന്നെ നമ്മുടെ സ്ഥിരം ഇഷ്ടമില്ലാത്ത പരിപാടിയായ തുണി മടക്കലിലേക്ക് പോയേക്കുവാണ്. അങ്കിത്തിന്റെ യൂണിഫോം രാവിലെ തേച്ച് കൊടുക്കണം കേട്ടോ. കാരണം യൂണിഫോം തേക്കാൻ കൊടുത്താൽ തേക്കുന്ന ആള് ആഴ്ച 2 ദിവസമേ വരത്തുള്ളൂ. അപ്പൊ അവന്റെ യൂണിഫോം കൊടുത്താൽ കറക്റ്റ് സമയത്തിന് കിട്ടത്തുമില്ല. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് തേച്ച് കൊടുക്കാറാണ്. അപ്പൊ തേപ്പോട്ടി അതാണ് പുറത്ത് വെച്ചത്. ചൂട് മാറിയിട്ട് അതോട്ടെടുത്ത് വെക്കും. അങ്കിത്ത് കുഞ്ഞായിരുന്നപ്പോൾ ഇതുപോലെ തേപ്പോട്ടി പുറത്തിരുന്നത് അടുത്ത് പോയി പിടിച്ച് അവന്റെ കവിളിൽ ഇങ്ങനെ ഒരു പാടുണ്ടായിരുന്നു. അതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഉമ്മ എങ്ങോട്ടേ വെക്കാൻ നോക്കിയതാ. ഈ തേപ്പോട്ടി ഇങ്ങനെ വെക്കുമ്പോൾ എനിക്കത് ഓർമ്മ വരും. ഇപ്പൊ പിന്നെ അമ്മ വലുതായി, ഇനി അങ്ങനെയൊന്നും പേടിക്കാനില്ല. അപ്പൊ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ള വീട്ടില് ഈ തേപ്പോട്ടിയൊക്കെ തേച്ചിട്ട് ശരിക്കും സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ നമ്മുടെ തുണി മടക്കലും അടുക്കലും പരിപാടി എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടി. കുറച്ച് പാത്രം കൂടെ കിടപ്പുണ്ടായിരുന്നു, അതും കൂടെ കഴുകി വെച്ചു. അപ്പോൾ നമുക്ക് നേരത്തെ പാത്രം കഴുകുന്ന ഒരു മെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് സുഖമൊക്കെ ഇല്ലാതെ കുറേ നാൾ അവധിയായിരുന്നു. പിന്നെ ഞാനങ്ങ് ചെയ്ത് ശീലിച്ച് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ വിളിക്കാം. എനിക്ക് പാത്രം കഴുകുന്ന വലിയ ബുദ്ധിമുട്ടല്ല അത്രയും. ചില സമയം ഒരു മടി കിട്ടും, അതേ ഉള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിലെ ജോലികൾ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് നമുക്കൊരു ആശ്വാസവും ഒരു സന്തോഷവും പിന്നെ കുറച്ച് എക്സസൈസും ഒക്കെ അല്ലേ. ലഞ്ചിന് ഇന്ന് ഒരു ഹെൽത്തി ആയിട്ട് ഈസി ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചപ്പോൾ സോയയുടെ ഒരു കറി വെക്കാമെന്ന് വെച്ചു. സോയ റോസ്റ്റ് പോലെ. അങ്കിത്തിനും അത് ഇഷ്ടമാണ്. അപ്പോൾ സോയ ഒന്ന് കഴുകി കുറച്ച് വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി പിഴിഞ്ഞെടുക്കണം കേട്ടോ.
ഒരു കുക്കറിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, തക്കാളി ഇതൊക്കെ വഴറ്റി ബേസിക് മസാലാസ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് ഇതൊക്കെ ഇട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് നമ്മുടെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുക്കാം. എന്തിനാണ് സോയ പിഴിഞ്ഞെടുക്കുന്നത് വെച്ചാൽ സോയിൽ ഒത്തിരി പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ കുറേ പ്രോട്ടീൻ ഒന്നും നമുക്ക് വയറിൽ ദഹിക്കാനൊക്കെ പാടാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ അങ്ങ് സോലബിൾ ആയി പോയിക്കോളും. സോയ ഒത്തിരി പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളൊരു ഫുഡാണ് കേട്ടോ. നമ്മുടെ ചിക്കനും മട്ടണും ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് വെജിറ്റേറിയൻസിന് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ സോയ ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ കൊടുത്തെടുക്കുക. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കാരണം ചോറിൻ്റെ കൂടെയാണ് ഇത് കൊടുക്കുന്നത് അങ്കൂന്. അപ്പോൾ ഇച്ചിരി ഒന്ന് പെരണ്ടിരിക്കുന്നതാണ് നല്ലത്. ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാതെ വിസിൽ കേൾപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആക്കിയിട്ട് അല്ലെങ്കിൽ കടായിലിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താലും മതി. കൂടെ ഞാൻ ബീൻസ് അരിഞ്ഞ് ഒരു കടായിൽ എണ്ണ ഒഴിച്ചു. ബീൻസ് ഒന്ന് വഴറ്റി മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പും മാത്രം ഇട്ട് സ്റ്റിർ ഫ്രൈ പോലെ ചെയ്തെടുക്കുക. പിന്നെ ചോറും വെച്ചിട്ടുണ്ട്. ബാസ്മതി ചോറാണ്. ഹെൽത്തി ആയിട്ടുള്ള ലഞ്ച് റെഡി. ഇന്ന് പെട്ടെന്ന് നേരത്തെ അങ്ങ് ചെയ്ത് തീർത്തു. സമയം ഇപ്പോൾ 12:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. 36 ഡിഗ്രിയാണ് ഇവിടുത്തെ ചൂട്. ഇപ്പോൾ നല്ല ചൂടുണ്ട്. ഞാൻ ഒരു മാങ്ങ ഇരുന്നത് എടുത്തുനിന്ന് സ്മൂത്തി ആക്കാമെന്ന് വെച്ചു. നല്ല പഴുത്ത മാങ്ങയായിരുന്നു. അതിലേക്ക് കുറച്ച് പാലും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഈ സെക്ഷനിലെ ഫസ്റ്റ് മാംഗോലോട്ട് വാങ്ങിയതാണ്. അന്ന് സ്പാരിപ്പൂപ്പ് വാങ്ങിയതാണ്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ അടിച്ച് 2 ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ജെല്ലി പോലെ ഇങ്ങനെ ഇരിക്കും. ഇത് ഫ്രീസറിലോട്ട് 1/2 മണിക്കൂർ വെച്ച് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കുടിക്കാമെന്ന് വെച്ചു. ചൂടിനൊരു ആശ്വാസമല്ലേ. ഈ മാങ്ങ ശരിക്കും ചൂടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പാലും കൂടെ അടിച്ചാൽ ആ ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. അപ്പോൾ എപ്പോഴും നല്ല ആ ചൂടത്ത് മാംഗോ സ്മൂത്തിയൊക്കെ ഇങ്ങനെ കഴിക്കുന്നത്. പഞ്ചസാര വേണ്ടാത്തവർ അത് അവോയ്ഡ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം. അങ്കു അങ്ങനെ കുളിച്ച് റെഡിയായി ട്യൂഷന് പോവുക. ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് നേരത്തെ പോവുക അവൻ. ഇന്നിനി കുറച്ച് കളിച്ചിട്ടേ വരത്തുള്ളൂന്നും നേരത്തെ പെർമിഷൻ എടുത്തിട്ടാ പോകുന്നത്. സൈക്കിൾ എടുത്ത് പറന്ന് പോവുക. അങ്കു പോയി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ത്രെഡ് ചെയ്യാൻ പാർലറിലേക്ക് ഒന്ന് പോവാന്ന്. അങ്ങനെ പാർലറിലേക്ക് പോവാണ്. ത്രെഡിങ് മാത്രമല്ല ഒരു പെഡിക്യൂറും കൂടെ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മുടെ മുഖത്തിനേക്കാൾ നമ്മൾ കെയർ കൊടുക്കേണ്ട നമ്മുടെ കാലിനാട്ടോ. കാരണം നമ്മളെ കൊണ്ട് എല്ലാ സ്ഥലവും പോകുന്നത് ഈ കാലല്ലേ. ഇവിടെ നന്നായിട്ട് ചെയ്ത് തരും ഇവര്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്തതിന് ശേഷം നല്ല ക്രീമൊക്കെ ഇട്ട് നല്ല മസാജ് ചെയ്ത് തരും. അപ്പം നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ. പിന്നെ ഡെഡ് സെൽസ് എല്ലാം മാറും, നഖമൊക്കെ ക്ലീൻ ആവും. ഞാൻ ത്രെഡിങ്ങും പെഡിക്യൂറാണ് മെയിൻ ചെയ്യാറ്. ടൗൺഷിപ്പിനകത്തെ പാർലറാട്ടോ. നമ്മുടെ ഇവിടുത്തെ വില്ലേജിൽ നിന്ന് തന്നെ ഒരു പുള്ളിക്കാരിയാണ് ഇത് നടത്തുന്നത്. ഇവിടെ ഈ തയ്യലും ബ്യൂട്ടീഷ്യൻ കോഴ്സും ഒക്കെ പഠിപ്പിക്കുമല്ലോ ഗവൺമെന്റ്. അങ്ങനെ പഠിച്ച് വന്നതാ. വലിയ രീതിയിലൊന്നും അല്ലെങ്കിലും നല്ല രീതിയിൽ ചെയ്തു തരും കേട്ടോ. നല്ല മസാജും ത്രെഡിങ്ങും ഒക്കെ നമുക്ക് അത്രയും മതിയല്ലോ. പിന്നെ കുറെ ഫാൻസി ഐറ്റംസ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പീസസാണ് വരുന്നത്. ഇവിടെ പിന്നെ ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡ്. ഇപ്പൊ പിന്നെ നവരാത്രിയും കൂടെ നടക്കുന്നത് ഇവിടുത്തെ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു കുട്ടി പാർലർ. അവിടുന്ന് 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞാനും വേറൊരു പുള്ളിക്കാരി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പെഡിക്യൂറിന് കുറെ ടൈം എടുത്തു. ഈ പരിസരത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന കിളിയാണിത്. തിത്തിരപക്ഷി എന്ന് പറയട്ടോ മലയാളത്തിൽ. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു ഇതിന്റെ പേര് മലയാളത്തിൽ എന്താന്ന്. അപ്പൊ അതിന്റെ കുഞ്ഞുങ്ങളെ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ പറന്ന് നടക്കുക. ഇത് നിലത്ത് കുഴി കുത്തിയാണ് മുട്ടയിടുന്നത്, അവരുടെ കൂടെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ശരിക്കും ഈ പക്ഷിയുണ്ട്, കൂടെ കുറെ പാമ്പുകളും ഉണ്ട് ഈ മുട്ട കഴിക്കാൻ വേണ്ടി. രാത്രിയിലും പകലും ഇത് കീന്ന് ചലിച്ചുകൊണ്ടിരിക്കും. തിരിച്ചു വന്ന് നമ്മുടെ ഫ്ലാറ്റിന്റെ താഴത്തുള്ള കുട്ടി കറിവേപ്പിൽ നിന്ന് കുറച്ച് കറിവേപ്പിന്റെ ഇലയും കൂടെ പൊട്ടിച്ചിട്ടുണ്ട്. ഇതേ ജമന്തിയുടെ പൂവാ ഒരുപാടുണ്ട്. പിന്നെ നന്ദ്യാർ വട്ടം. ഈ ചൂടത്ത് ഏറ്റവും കൂടുതൽ നന്ദ്യാർ വട്ടവും ജമന്തിയാണ് ഇവിടെ പിടിക്കുന്നത്. ഞാൻ അതിൽ നിന്ന് ഒരു പൂ പറിക്കാന്ന് വിചാരിച്ചു. പിന്നെ വെച്ച് ജമന്തി ഭംഗിയായിട്ട് നിൽക്കുമല്ലേ, സാരമില്ല ഒരു നന്ദ്യാർ വട്ടപ്പൂ പറിക്കാന്ന് വെച്ചിട്ട് അത് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ വിളക്കിന്റെ മുന്നിലൊന്ന് വെക്കാമല്ലോ. ഇവിടെ നല്ല ഉണക്കാണ്, നല്ല ചൂടാണ്. പക്ഷെ ഈ സമയത്താണ് ഈ നന്ദ്യാർ വട്ടവും ജമന്തി പൂക്കളും കൂടുതൽ ഇവിടെ പിടിക്കുന്നത്. അങ്ങനെ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. പൂ കൊണ്ട് വിളക്കിന് മുന്നിൽ വെക്കാം. അങ്കിത്ത് ഈ സമയം കൊണ്ട് ഇവിടെ വന്ന് ഞാനൊന്ന് ജസ്റ്റ് കുറ്റിയിട്ടിട്ടാ പോയത്. ബാഡ്മിന്റൺ റാക്കറ്റ് എടുത്തോണ്ട് ബാഡ്മിന്റൺ കളിക്കാൻ പോയി. എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് നല്ലൊരു കാറ്റ് വീശി കേട്ടോ. അപ്പം നമ്മുടെ തുണി പുറത്ത് കിടപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് വന്ന് അതങ്ങ് പറക്കിയെടുത്തു. ഞാൻ വിചാരിച്ചെല്ലാം പറന്നുപോയി. പക്ഷെ നെറ്റ് ഉള്ളതുകൊണ്ട് പുറത്തു പോയില്ല. താഴെയൊക്കെ വീഴുമെന്ന് വെച്ചാൽ ഞാൻ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുള്ളായിരുന്നു, ബാക്കിയൊന്നും ക്ലിപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. എന്തായാലും ഒന്നും പറഞ്ഞൊന്നും പോയിട്ടില്ല. എന്തായാലും പറക്കി അകത്തിട്ടു. വന്ന് നന്നായിട്ടൊന്ന് കുളിച്ചു, വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ അങ്കിത്ത് ബാഡ്മിന്റൺ കളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്.
നല്ല വേർത്ത് കുളിച്ചിട്ടാ വന്നത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇരുന്നതിന് ശേഷം കുളിക്കാൻ പറഞ്ഞു ഞാൻ. എന്തോ ഒക്കെ അവൻ സ്കൂളിൽ ചെയ്യാനുള്ളതൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്. വേർത്ത് ഉടനെ കയറി കുളിക്കുന്നത് നല്ലതല്ലല്ലോ, കുറച്ച് ഇരുന്നിട്ട് കയറാൻ പറഞ്ഞു ഞാൻ. ഡിന്നറിനായിട്ട് നമ്മുടെ ഫുഡ് കോർട്ടിൽ നിന്ന് പൂരിയും വെള്ളക്കടലയുടെ കറിയും സാൻഡ്വിച്ചും വാങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ഡിന്നർ ഇന്ന് ഇതാണ്. ഇത് കഴിക്കാനാണ് തോന്നിയത്, നോൺ വെജ് ഒന്നും വാങ്ങാൻ തോന്നിയില്ല. അങ്കു അങ്ങനെ കുളിയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഹോംവർക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അതിൽ ബിസിയായി. ഇതേ അവൻ്റെ ഈ വർഷത്തെ ബോക്സ് ആട്ടോ. അവന് സ്പേസ് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ബോക്സ് അവന് കിട്ടി. ഇതിന് ലോക്കൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കട്ടർ ഉണ്ടല്ലോ, അതൊക്കെ, അതായത് ഷാർപ്നർ, അതൊക്കെ അകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ലോക്കിൻ്റെ നമ്പർ അവന് മാത്രമേ അറിയത്തുള്ളൂ. അവൻ തന്നെ ആ നമ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളായില്ലേ, ചെറിയ കാര്യങ്ങളാണെങ്കിലും. പിന്നെ പിള്ളേർക്ക് ഇതൊക്കെയല്ലേ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.